പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്നു മുതൽ ചിന്തിക്കേണ്ടത് 23-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ്. ചാണക്യ ചന്ദ്രഗുപ്തൗച വിക്രമശാലി വാഹന സമുദ്രഗുപ്ത ശ്രീഹർഷ ശൈലേന്ദ്രോ ബപ്പരാവല. ചാണക്യൻ, ചന്ദ്രഗുപ്തൻ, വിക്രമശാലി വാഹന സമുദ്രഗുപ്ത ശ്രീഹർഷ ശൈലേന്ദ്രോ ബപ്പരാവല. ഇതിലാദ്യം നമുക്ക് ചിന്തിക്കേണ്ടത് ചാണക്യൻ. ഇന്നേക്ക് 2500-ലധികം വർഷം മുമ്പുള്ള ചരിത്രമാണ്. ഭാരതം വൈദികമായി സമൃദ്ധമെങ്കിലും ലളിതമായ ജീവിത ഭരണരീതിയിൽ നിന്നും വിട്ടുമാറി ഒരു വൻ സാമ്പത്തിക ജ്ഞാനശക്തിയായി ഉയർത്തെണീക്കാൻ തുടിക്കുകയായിരുന്ന കാലം. അതിന് നേതൃത്വം നൽകാൻ നരനാരായണ ദ്വയം ശ്രീകൃഷ്ണാർജുനന്മാരെ പോലെ ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അതുതന്നെയായിരുന്നു ചാണക്യൻ എന്ന ആചാര്യനും ചന്ദ്രഗുപ്തൻ എന്ന യോദ്ധാവും നിർവഹിച്ച ഭാഗധേയം. മഗധയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കൗഡല്യ ഗോത്രജനായിരുന്നു ചണകൻ. നന്ദരാജാക്കന്മാരുടെ രാജസദസ്സിൽ സാമാന്യം സ്വാധീനമുള്ള ഒരു പണ്ഡിതനായിരുന്നു. ആ ചണകന്റെ പുത്രനാണ് വിഷ്ണുഗുപ്തൻ എന്ന മഹാപ്രതിഭാശാലിയും തീഷ്ണ ബുദ്ധിശാലിയുമായ ചാണക്യൻ. കുടില ഗോത്രജനായതിനാൽ സാധാരണയായി കൗഡില്യൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. തനിക്കറിയാവുന്നതെല്ലാം അല്പകാലം കൊണ്ട് മകനെ പഠിപ്പിച്ച ചണക പണ്ഡിതൻ അവനെ തക്ഷശിലയിലേക്ക് ഉപരിപഠനത്തിനയച്ചു. അവിടുത്തെ വിശ്വപ്രസിദ്ധരായിരുന്ന ആചാര്യന്മാരെ വെല്ലുന്ന വിദ്വാനും എല്ലാ രംഗങ്ങളിലും പ്രത്യേകിച്ച് സാമ്പത്തിക നയതന്ത്ര ശാസ്ത്രങ്ങളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച പരമപണ്ഡിതനുമായിട്ടാണ് വിഷ്ണുഗുപ്തൻ പാടലീപുത്രയിലേക്ക് തിരിച്ചെത്തിയത്. ദേശീയ താൽപ്പര്യത്തെപ്പറ്റി ദീർഘദർശിയായിരുന്ന ആചാര്യ ചാണക്യനെ യവനദേശത്തെ ഫിലിപ്പ് രാജാവിൻ്റെ മകൻ അലക്സാണ്ടർ ഭാരതത്തെ ആക്രമിക്കാൻ വരുമെന്നത് കണ്ടറിഞ്ഞു. അതുകൊണ്ട് അധ്യാപനത്തിൽ മാത്രം തൃപ്തനാവാതെ ആചാര്യൻ വരാനിരിക്കുന്ന ആപത്തിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകാനും തയ്യാറെടുപ്പിനെപ്പറ്റി ചർച്ച ചെയ്യുവാനും നന്ദരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ആധ്യാത്മിക തേജസ്സും അറിവും കത്തിക്കാളുന്ന വിധം തേജസ്വിയായ ദീർഘകായനായ ആചാര്യൻ പാടലീപുത്രത്തിലേക്കുള്ള പാതയിൽ നടന്നു നീങ്ങി. അപ്പോഴാണ് ഒരു പുല്ലിൻകൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ തള്ളവിരൽ ഒന്ന് ആഞ്ഞു തട്ടിയത്. തന്നെ മുറിവേൽപ്പിച്ച പുൽക്കൂട്ടത്തെ പ്രതികാര ബുദ്ധിയോടെ നോക്കി കുനിഞ്ഞ് അത് പറിച്ചെറിയുകയും തൻ്റെ കയ്യിൽ അറ്റം കൂർത്ത വടികൊണ്ട് അതിൻ്റെ വേരുകൾ കുത്തി പുറത്തെടുക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും ഇവിടെ ഈ പുല്ലിന് മുളയ്ക്കാൻ പറ്റാത്ത വിധം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുളിച്ച മോര് അവിടെ ഒഴിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ സംഭവം. ധനനന്ദൻ എന്ന രാജാവായിരുന്നു അന്ന് മഗധ ഭരിച്ചിരുന്നത്. ജനങ്ങളുടെ മേൽ അമിത കരം ചുമത്തി ദ്രോഹിക്കുന്ന ക്രൂരമായ ശിക്ഷകൾ നൽകുന്നത് അദ്ദേഹത്തിന് വിനോദമായിരുന്നു. ഭോഗവിലാസങ്ങളിൽ മുഴുകിയ രാജാവ് പണ്ഡിത സഭയുടെ അധ്യക്ഷനായിരുന്ന ചാണക്യൻ എത്തിയപ്പോൾ ഒട്ടും ആദരവ് കാണിച്ചില്ല. ധനനന്ദന്റെ വിശ്വസ്തനും കഴിവുറ്റയാളും മഹാവിദ്വാനുമായിരുന്ന പ്രധാനമന്ത്രി അമാത്യരാക്ഷസൻ ആചാര്യ ചാണക്യന്റെ ആഗമനോദ്ദേശം അറിയിച്ചപ്പോൾ പുച്ഛിക്കുകയും അധിക്ഷേപിക്കുകയുമാണ് ധനനന്ദ രാജാവ് ചെയ്തത്. സംയമനം പാലിച്ച ആചാര്യൻ ഗ്രീക്ക് ആക്രമണത്തെ പറ്റിയുള്ള തൻ്റെ നിഗമനം പറഞ്ഞപ്പോൾ 6000 ആനപ്പടയും 10,000-കണക്കിന് കുതിരപ്പടയും 2 ലക്ഷം കാലാൽപ്പടയുമുള്ള താൻ രാജ്യസുരക്ഷയുടെ കാര്യം നോക്കിക്കൊള്ളാമെന്നും പട്ടിണിക്കാരനായ നിന്റെയൊന്നും ഉപദേശം വേണ്ടെന്നുമായിരുന്നു ധനനന്ദന്റെ പ്രതികരണം. കലിപൂണ്ട ആചാര്യൻ ധനനന്ദന്റെ ജനദ്രോഹവും ഭോഗവിലാസങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് അയാളെ അങ്ങേയറ്റം നിന്ദിച്ചു. ക്രോധം കൊണ്ട് വിറച്ച ധനനന്ദൻ ചാണക്യനെ ചവിട്ടി വീഴ്ത്തി
കുടുമയ്ക്ക് പിടിച്ച് വലിച്ചിഴച്ചു. തൻ്റെ കാവൽക്കാരോട് ഇവനെ എടുത്ത് പുറത്തെറിയൂ, ബ്രാഹ്മണനായതിനാലാണ് തലവെട്ടാത്തത് എന്ന് പറഞ്ഞു. കലിപൂണ്ട ആചാര്യൻ നിന്റെയും നിന്റെ വംശത്തിൻ്റെയും നാശം വരുത്തി ഭാരതഭരണം യോഗ്യനായ ഒരു ചക്രവർത്തിയെ ഏൽപ്പിച്ച ശേഷമേ ഞാൻ ഈ കുടുമ കെട്ടുള്ളൂ എന്ന് അട്ടഹസിച്ചുകൊണ്ട് കടന്നുപോയി. കണക്കുകൂട്ടലുകളും ആസൂത്രങ്ങളും ഒരിക്കലും പിഴക്കാത്ത ആചാര്യ ചാണക്യൻ തൻ്റെ പദ്ധതിക്ക് ആണിക്കല്ലാവാൻ കഴിവുള്ള ആളെ അന്വേഷിക്കാൻ ആരംഭിച്ചു. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സഹപ്രവർത്തകൻ ഇന്ദുശർമ്മനെ ഒരു ജ്യോത്സ്യനായി അഭിനയിപ്പിച്ച് അമാത്യരാക്ഷസന്റെ വിശ്വാസം പിടിച്ചുപറ്റി രാജകൊട്ടാരത്തിലെ വിവരങ്ങളെല്ലാം തനിക്ക് ചോർത്തിത്തരാൻ ആചാര്യൻ ഏർപ്പാട് ചെയ്തു. ഇന്ദുശർമ്മയുടെ മകൾ മഹാറാണിയുടെ വിശ്വസ്ത സേവികയായും കൊട്ടാരത്തിൽ കടന്നുകൂടി. ആചാര്യൻ ഭിക്ഷാടകന്റെ വേഷത്തിൽ പാടലീപുത്രം വിട്ടു. സ്വാഭാവികമായും അമാത്യരാക്ഷസന്റെ ചാരന്മാർ അദ്ദേഹത്തെ അന്വേഷിച്ച് എല്ലായിടത്തും പരതി നടന്നു. സർവാർത്ഥ സിദ്ധി എന്ന പാടലീപുത്ര രാജാവിൻ്റെ ഭാര്യയായിരുന്ന സുനന്ദയും മുരയും. സുനന്ദയുടെ 9 പുത്രന്മാർ നവനന്ദന്മാർ എന്നറിയപ്പെട്ടു. അവരിൽ മൂത്തവനായിരുന്നു ധനനന്ദ രാജാവ്. മുരയുടെ പുത്രൻ മൗര്യൻ നിരവധി വിവാഹങ്ങൾ കഴിക്കുകയും അയാൾക്ക് 100 പുത്രന്മാരും പുത്രിമാരും ഉണ്ടാവുകയും ചെയ്തു. അവരിലൊരാളായിരുന്നു ചന്ദ്രഗുപ്തൻ. ദാസിയായിരുന്ന വനവാസി സ്ത്രീയിലുണ്ടായിരുന്ന പുത്രനായിരുന്നു അദ്ദേഹം. ശസ്ത്രവിദ്യയിലും ശാസ്ത്രങ്ങളിലും അങ്ങേയറ്റം താല്പര്യം കാണിച്ച ചന്ദ്രഗുപ്തൻ രാജസദസ്സിലും തലസ്ഥാനത്തുമുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി. 10-11 വയസ്സ് പ്രായമുള്ളപ്പോഴേ ചെറുയുദ്ധങ്ങൾ നയിച്ച ആ പ്രതിഭാശാലിയെ എല്ലാവരും ഭാവി രാജാവെന്ന് വാഴ്ത്താൻ ആരംഭിച്ചു. ഇതിന്റെ അപകടം മണത്ത അമാത്യരാക്ഷസനും ധനനന്ദനും മൗര്യന്റെ സന്താനങ്ങളെയെല്ലാം തടവിലിട്ടു വകവരുത്താൻ തീരുമാനിച്ചു. 100 ദിവസം ഒരാൾക്ക് മാത്രം തികയുന്ന ഭക്ഷണം നൽകി 100 പേരെയും 3 മാസത്തേക്ക് തടവിലിട്ടു. ജീവനോടെ രക്ഷപ്പെടുന്നയാൾക്ക് പ്രാണദാനം നൽകുന്നതാണെന്നും പ്രഖ്യാപിച്ചു. ധനനന്ദ രാജാവ് പുറത്താക്കിയ സത്യസന്ധനായിരുന്ന ശകടാർ എന്ന മുൻമന്ത്രിയുടെ സഹായത്തോടെ ചന്ദ്രഗുപ്തനെ തടവറയിൽ നിന്നും രക്ഷിക്കുവാനും ഭക്ഷണ സാധനങ്ങളെല്ലാം അവന്റെ ജീവരക്ഷയ്ക്കായി നൽകുവാനും ബാക്കി 99 പേരും തീരുമാനിച്ചു. രക്ഷപ്പെട്ട ചന്ദ്രഗുപ്തൻ പിപ്പലൻ എന്ന വനവാസി രാജാവിൻ്റെ അടുത്ത് വേഷം മാറി താമസിച്ചു. ധനനന്ദ രാജാവിനോട് പകരം വീട്ടാൻ ആളെ തേടി നടന്ന ആചാര്യൻ ചാണക്യന് ചന്ദ്രഗുപ്തന്റെ വൃത്താന്തം കർണാമൃതമായിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്തനെ തേടി മുൻമന്ത്രി ശകടാറിന്റെ അടുത്തെത്തി. വനവാസി ഗ്രാമത്തിൽ നിന്നും ചന്ദ്രഗുപ്തനെയും കൂട്ടി തക്ഷശിലയിലേക്ക് പോയി. ഭാരതത്തിൻ്റെ അന്നുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ചീത്തയായ ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം അലക്സാണ്ടറുടെ സേന പേർഷ്യയെയും മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളെയും തകർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയായ ഹിന്ദുക്കുഷ് പർവ്വതം വഴി ഭാരതത്തിൽ പ്രവേശിച്ചു. ഗാന്ധാരവും തകർത്ത് പുരുഷപുരത്ത് പെഷർവാർ എത്തി. പുരു എന്ന പുരുഷപുരത്തെ രാജാവ് അതിഗംഭീരമായിട്ട് അലക്സാണ്ടറോട് പൊരുതി. അതിനുശേഷം അദ്ദേഹം പിൻവാങ്ങി. കാരണം അലക്സാണ്ടറുടെ സൈനിക ശക്തി കടുത്തെത്തിയിരുന്നില്ല പുരുവിൻ്റെ സൈനിക ശേഷി. രാവി തീരത്തെ മിർദിൽ വെച്ച് വീരചരമമടഞ്ഞ തങ്ങളുടെ നായകനെ രാജോചിതമായി സംസ്കരിച്ച് പുരുഷപുരത്തെ സൈന്യാധിപന്മാർ അലക്സാണ്ടർക്ക് കീഴടങ്ങി. വിജയാഹ്ലാദത്തിൻ്റെയും കൊള്ള മുതൽ പങ്കിടുന്നതിനെക്കുറിച്ചും അവർക്കിടയിൽ തർക്കവും ആഹ്ലാദവും ഉണ്ടായി. ഈ സമയത്ത് അലക്സാണ്ടർ പ്രഖ്യാപിച്ചു, ഇനി 6000 ആനകളും 30,000 കുതിരകളും 2,00,000 കാലാൽ പടയാളികളുമുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മഗധ രാജ്യത്തോടാണ് നമ്മുടെ യുദ്ധം. വെറും 30 ആനകളും ചെറിയൊരു കുതിരപ്പടയും കാലാൽ പടയും ഉണ്ടായിരുന്ന പുരുഷ രാജ്യത്തോട് ഏറ്റുമുട്ടിയപ്പോൾ തന്നെ ഭാരതീയരുടെ രണശൂരതയും അവിടെ ആനകൾ വിതച്ച വിനാശവും കണ്ട് പകച്ചുപോയിരുന്നു യവന സൈന്യം. അലക്സാണ്ടറുടെ യുദ്ധപ്രഖ്യാപനം കേട്ട് അവർ വിരണ്ടുപോയി. രഥങ്ങളെയും കുതിരകളെയും മല്ലന്മാരെയുമെല്ലാം പന്തുപോലെ ആനകൾ വലിച്ചെറിയുന്നത് കണ്ട് അവർക്ക് 6000 ആനകൾ എന്നത് താങ്ങാനാവുമായിരുന്നില്ല. അവർ തിരിച്ചു പോകുവാൻ മുറവിളി കൂട്ടി. സംഗതികൾ സൈന്യകലാപത്തിലേക്ക് നീങ്ങുന്നത് കണ്ട അലക്സാണ്ടർ
പിന്തിരിയാൻ തീരുമാനിച്ചു. സെല്യൂക്കസിനെ ഹിന്ദുക്കുഷ് പർവ്വതത്തിനപ്പുറത്ത് ഫിലിപ്പ് നിക്കോസർ എന്നിവരെ പുരുഷപുരത്തും ഗാന്ധാരത്തും ഭരണമേൽപ്പിച്ച് അലക്സാണ്ടർ സ്വദേശത്തേക്ക് മടങ്ങി. ഇതിനിടയിൽ സംഘടിതരായ സിന്ധിലെ നാട്ടുരാജാക്കന്മാർ അലക്സാണ്ടറുടെ സൈന്യത്തെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. മനോവീര്യം നശിച്ച ഗ്രീക്ക് സൈന്യം അരിഞ്ഞു തള്ളപ്പെട്ടു. അലക്സാണ്ടർക്കും മുറിവേറ്റു. ബാക്കി വന്ന ചുരുങ്ങിയ സൈനികരുമൊത്ത് അദ്ദേഹം കപ്പലിൽ നാട്ടിലേക്ക് തിരിച്ചു. എന്നാൽ ബാബിലോണിയ വരെ എത്തിയപ്പോഴേക്കും അലക്സാണ്ടർ എന്ന ലോകവിജയി ജ്വരം ബാധിച്ച് കപ്പലിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. ഭാരതത്തെ ആക്രമിച്ചിട്ട് ജീവനോടെ തിരിച്ച് സ്വന്തം നാട്ടിലെത്തുവാൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞില്ല. ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കിയ അലക്സാണ്ടർ പുരു എന്ന് പറഞ്ഞ രാജാവിൻ്റെ അത്യുഗ്രമായ പോരാട്ടത്തിൻ്റെ മുന്നിൽ വിറങ്ങലിച്ച് നിന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളിലും ശസ്ത്രവിദ്യകളിലും എന്ന പോലെ ജനസംഘടന, സൈന്യ സംഘടന, യുദ്ധതന്ത്രങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ തിരഞ്ഞെടുപ്പ് എന്നിവയിലും ആചാര്യൻ ചന്ദ്രഗുപ്തനെ നിപുണനാക്കി. ഒഴിവുകാലങ്ങളിൽ ഗുരുവും ശിഷ്യനും ധനനന്ദന്മാരുമായും ഗ്രീക്കുകാരുമായും ശത്രുതയിലായിരുന്ന രാജാക്കന്മാരെ ബന്ധപ്പെട്ട് സംയുക്ത സേന ഉണ്ടാക്കുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ആദ്യം അനുകൂലമായി പ്രതികരിച്ചത് പുരുഷപുരത്തു നിന്നും പലായനം ചെയ്ത നേപ്പാളിലെത്തിയ പർവ്വതകൻ എന്ന രാജാവായിരുന്നു. ചന്ദ്രഗുപ്തനും പർവ്വതകനും ചേർന്ന് ഫിലിപ്പിനെയും നിക്കോറാസിനെയും കൊന്ന് ഗാന്ധാരവും പുരുഷപുരവും സ്വതന്ത്രമാക്കി. പുതിയ സാമ്രാജ്യത്തിൻ്റെയും ചക്രവർത്തിയുടെയും വരവിന് നാട് തയ്യാറായി തുടങ്ങി. ചന്ദ്രഗുപ്തനും ചാണക്യനും 8 വർഷം തക്ഷശിലയിൽ ചിലവഴിച്ചു. തുടർന്ന് സൗരാഷ്ട്രം, വിദർഭ, നേപ്പാൾ, പുരുഷപുരം, ഗാന്ധാരം, സിന്ധ് എന്നിവയുടെ സംയുക്ത സേന ഉണ്ടാക്കുവാൻ 2 വർഷം ചിലവഴിച്ചു. മഗധ രാജ്യത്തിലെ നന്ദവംശത്തെ തുടച്ചു നീക്കുവാനും ഭാരതമാകെ ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരുവാനും സദ്ഭരണം സ്ഥാപിക്കുവാനുള്ള ചാണക്യ ചന്ദ്രഗുപ്തന്മാരുടെ നീക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. ധനനന്ദന്റെ സൈന്യത്തിൽ വിള്ളൽ വരുത്താനായിരുന്നു അടുത്ത ശ്രമം. ധനനന്ദൻ പദവിയിൽ നിന്നും നീക്കിയ നാട്ടുരാജാക്കന്മാരോട് കൂറുള്ള സൈനികരെ കണ്ട് കൂറുമാറുവാൻ പ്രേരിപ്പിച്ചു. പൊടുന്നനെയുള്ള ഒരു ആക്രമണത്തിലൂടെ അധികം രക്തം വീഴ്ത്താതെ ധനനന്ദനെ കീഴടക്കുവാൻ കഴിഞ്ഞു. നന്ദവംശത്തിലെ എല്ലാവരെയും ഉന്മൂലനം ചെയ്ത ശേഷം തൻ്റെ മുതുമുത്തച്ഛനായ സർവാർത്ഥ സിദ്ധിക്ക് വനത്തിൽ പോകുവാൻ ചന്ദ്രഗുപ്തൻ അനുമതി നൽകി. എന്നാൽ ആചാര്യ ചാണക്യൻ അവരെയെല്ലാം ചാരന്മാരെ വിട്ട് കൊല്ലിച്ചു. എന്തിന്? ശത്രുവിൻ്റെ ഒരു പൊടി പോലും ജീവിച്ചിരിക്കുവാൻ പാടില്ല. ഇതാണ് ചാണക്യന്റെ നീതിശാസ്ത്രം. കാരണം ശത്രുവിനെ മുറിവേൽപ്പിച്ച് വെറുതെ വിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ശക്തനായി തിരിച്ചു വന്നാൽ അത് വ്യക്തിക്കും കുടുംബത്തിനും രാഷ്ട്രത്തിനും അപകടം ചെയ്യും. അതുകൊണ്ടാണ് ശത്രുവിൻ്റെ സമൂല നാശം എന്നാണ് ചാണക്യന്റെ ഉപദേശം എന്ന് മനസ്സിലാക്കുക. പർവ്വതകന്റെ പുത്രനായ മലയകേതു ചക്രവർത്തി പദത്തിൽ നോട്ടമിട്ടിരുന്നു. എന്നാൽ മലയകേതുവിനോട് മറ്റു രാജാക്കന്മാരാണ് തടസ്സമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ചാണക്യനായി. അവരെയെല്ലാം മലയകേതു വകവരുത്തി. ആചാര്യൻ മലയകേതുവിനെയും കൊല ചെയ്യിച്ചു. അതായത് ചന്ദ്രഗുപ്തന്റെ സാമ്രാജ്യത്തെ നോട്ടമിട്ടിരുന്ന മലയകേതുവിനെ തന്ത്രത്തിലൂടെ കൊല്ലിച്ചു. ആ ചക്രവർത്തി പദത്തിൽ കുതിക്കുന്ന മറ്റു രാജാക്കന്മാരെയും കൊല്ലിപ്പിച്ചു. അങ്ങനെ മറ്റു രാജാക്കന്മാരിൽ നിന്നുമുള്ള വെല്ലുവിളി അവസാനിച്ചു. പിന്നീട് ആകെ തടസ്സമുള്ളത് അമാത്യ രാക്ഷസനായിരുന്നു. വലിയ ആകാരം മൂലം ചെറുപ്പത്തിലേ കിട്ടിയ കളിപ്പേരായിരുന്നു രാക്ഷസൻ എന്നത്. വാസ്തവത്തിൽ ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാത്യായനൻ എന്നായിരുന്നു. ചാണക്യനും അമാത്യനും തമ്മിലുള്ള പോരും നന്ദവംശത്തിൻ്റെ രക്ഷയ്ക്കും ചന്ദ്രഗുപ്തനോടുള്ള പകപോക്കുവാനുള്ള രാക്ഷസന്റെ പ്രയത്നങ്ങളുമാണ് വിശാഖദത്തന്റെ പ്രസിദ്ധ നാടകം മുദ്രാരാക്ഷസത്തിന്റെ പ്രമേയം. ചന്ദ്രഗുപ്തനു വേണ്ടി അമാത്യനയച്ച ശില്പികൾ ഒരു കൊട്ടാരം, കുമാരഭവനം പണിതു. അതിൻ്റെ നിലത്തിനടിയിലേക്ക് ഉറുമ്പുകൾ പോകുന്നത് നിരീക്ഷിച്ച ആചാര്യൻ നിലം പൊളിപ്പിച്ചപ്പോൾ ആദ്യ രാത്രി തന്നെ ചന്ദ്രഗുപ്തനെ വകവരുത്തുവാൻ അമാത്യ രാക്ഷസൻ അയച്ച ഭടന്മാർ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തി.
ആചാര്യൻ അവരെയെല്ലാം വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പെട്ടെന്ന് ജ്വലിക്കുന്ന വിധമാണ് കൊട്ടാരം പണിതിരിക്കുന്നത് എന്നൂഹിച്ച ആചാര്യൻ അതിന് തീവെക്കാൻ ആജ്ഞാപിച്ചു. കൊട്ടാരം എരിഞ്ഞമരുന്നത് കണ്ട ചന്ദ്രഗുപ്തൻ കാരണമറിയാതെ ആചാര്യനോട് കലഹിച്ചു. ചന്ദ്രഗുപ്തന് വിഷം നൽകുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടറിഞ്ഞ ആചാര്യൻ വിഷത്തിനോട് പ്രതിരോധശേഷി നിർമ്മിക്കുവാൻ ചെറിയ തോതിൽ വിഷം കലർത്തിയ ഭക്ഷണമാണ് മുമ്പും ചന്ദ്രഗുപ്തന് നൽകിയിരുന്നത്. ഒരിക്കൽ തൻ്റെ പ്രിയപത്നിക്ക് ചന്ദ്രഗുപ്തൻ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം നൽകി. അവരത് കഴിച്ച് അവശ നിലയിലായി. ദുർധര എന്ന ആ പത്നി മരിക്കുന്നതിന് മുമ്പ് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞിനെ ചാണക്യൻ വയറുകീറി പുറത്തേക്കെടുത്തു. ആ കുഞ്ഞാണ് ബിന്ദുസാരൻ. തനിക്കും ഭാര്യയ്ക്കും ആചാര്യൻ വിഷം തന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചന്ദ്രഗുപ്തൻ ആചാര്യനിൽ നിന്ന് അകന്നു നിന്നു. അമാത്യ രാക്ഷസന്റെ ഭാര്യയും കുഞ്ഞും ചന്ദൻദാസ് എന്ന അമാത്യന്റെ പരമസുഹൃത്തിന്റെ വീട്ടിലുള്ള വിവരം മണത്തറിഞ്ഞ ആചാര്യൻ ചന്ദൻദാസിനെ തടവിലാക്കി. അയാളെ തൂക്കിക്കൊല്ലാൻ പോകുന്നുവെന്നറിഞ്ഞാൽ അമാത്യ രാക്ഷസൻ അയാളെ രക്ഷിക്കാൻ ഒളിവിൽ നിന്നും പുറത്തു വരുമെന്ന് ചാണക്യൻ കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടൽ പിഴച്ചില്ല. കീഴടങ്ങിയാൽ അമാത്യ രാക്ഷസനെ പോലെ ഭരണപരിചയമുള്ള ആളെ പ്രധാനമന്ത്രിയാക്കണമെന്നായിരുന്നു ആചാര്യ ചാണക്യൻ ഉദ്ദേശിച്ചത്. തൻ്റെ സുഹൃത്തിനെ വെറുതെ വിടണമെന്നും താൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട അമാത്യന് മുന്നിൽ താങ്കൾ പ്രധാനമന്ത്രിയാകണമെന്നാണ് എൻ്റെ നിർബന്ധമെന്ന് ആചാര്യൻ പറഞ്ഞപ്പോ അമാത്യ രാക്ഷസൻ അമ്പരന്ന് പോയി. രാഷ്ട്ര താല്പര്യം മാത്രമാണ് ആചാര്യ ചാണക്യന്റെ മനസ്സിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ അമാത്യൻ മനസ്സിൽ നിന്നും തെറ്റിദ്ധാരണകളെയും പ്രതികാര വാഞ്ചയെയും നീക്കി. അദ്ദേഹം സസന്തോഷം ആചാര്യന്റെ നിർദ്ദേശം സ്വീകരിച്ചു. തൻ്റെ കുടുംബത്തിന്റെ മുഴുവൻ ഹത്യക്ക് കാരണക്കാരനായ അമാത്യനെ പ്രധാനമന്ത്രിയാക്കിയത് ചന്ദ്രഗുപ്തന് രസിച്ചില്ല. ചാണക്യന് രാഷ്ട്രമായിരുന്നു പരമപ്രധാനം. അമാത്യ രാക്ഷസൻ അപാരനായ ബുദ്ധിശേഷിയും കഴിവുമുള്ള ഒരു രാജാവും അതിന് തക്ക മന്ത്രിയുമായിട്ട് മാറുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ ചക്രവർത്തിയായിട്ട് ചന്ദ്രഗുപ്തനെയും പ്രധാനമന്ത്രിയായിട്ട് അമാത്യ രാക്ഷസനെയും നിയമിച്ചു. രാഷ്ട്ര താല്പര്യത്തിന് അതീതമല്ല പ്രതികാരവും വ്യക്തി താല്പര്യവും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. സാമ്രാജ്യഭരണം സുദൃഢമായ കരങ്ങളിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആചാര്യൻ നഗരത്തിന് പുറത്ത് ഗംഗാതീരത്ത് ഒരു കുടിൽ കെട്ടി താമസമാക്കി. ഒരു ഉപദേശക പദവി മാത്രമേ അദ്ദേഹം ഭരണകാര്യത്തിൽ നിർവഹിച്ചിരുന്നുള്ളൂ. തൻ്റെ കുടിലിരുന്ന ചാണക്യൻ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സാമ്പത്തിക ഭരണകാര്യ ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം എഴുതി. അദ്ദേഹത്തിൻ്റെ ഉന്നത നിലവാരത്തിലുള്ള ജീവിതം ഇന്നും ആദർശമായി തുടരുന്നു. ചാണക്യനീതി എന്നൊരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രാഷ്ട്ര താല്പര്യത്തിന് അങ്ങ് വീണ്ടും വീണ്ടും സക്രിയമായ രാജ്യത്തിലേക്ക് വരണമെന്ന് നിർബന്ധിച്ച് അദ്ദേഹം ഭരണരംഗത്ത് വീണ്ടും സക്രിയമായത് അമാത്യ രാക്ഷസനെയായിരുന്നു. ചന്ദ്രഗുപ്തന്റെ ഭരണകാലം ക്രിസ്തുവിനു മുമ്പ് 340 മുതൽ 298 വരെ ആയിരുന്നു. വൈദിക കാലഘട്ടത്തിനു ശേഷം വിശാലമായ സാമ്രാജ്യ വ്യവസ്ഥയ്ക്ക് അടിത്തറയിട്ടത് ചന്ദ്രഗുപ്തന്റെ ഭരണകാലത്തായിരുന്നു. ഹിന്ദുക്കുഷ് പർവ്വതനിരയെ അതിർത്തിയാക്കുവാൻ പിന്നീടൊരു ചക്രവർത്തിക്കും സാധിച്ചില്ല. തെക്ക് മൈസൂർ വരെയും കിഴക്ക് ബ്രഹ്മദേശം വരെയും തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിനായി. വിവാഹബന്ധവും ഇതിനായി ധാരാളം ഉപയോഗിച്ചു. ഗ്രീക്ക് മധ്യേഷ്യൻ ഭരണാധികാരി സെലൂക്കസിന്റെ മകൾ ഹെലനെ വിവാഹം ചെയ്തത് ഇതിന് ഒരു ഉദാഹരണമാണ്. ഇതുവഴി മധ്യേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വ്യാപാര രാജനൈതിക ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായി. രാഷ്ട്ര സുരക്ഷയും ഉറപ്പാക്കി. ചൈനയിലെ ചക്രവർത്തി ചന്ദ്രഗുപ്തന് കപ്പം കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുക. 1000 വർഷം നീണ്ടുനിന്ന ശകഹൂണ ആക്രമണത്തിന്റെ ഒരു ചെറിയ കാലഘട്ടം വിട്ടാൽ സുവർണയുഗത്തിന് അടിത്തറ പാകിയത് ചന്ദ്രഗുപ്തന്റെ ഭരണകാലഘട്ടമായിരുന്നു. സാമൂഹ്യരംഗത്ത് ഗ്രാമജാതി വ്യവസ്ഥകൾ ഉയർന്നു വന്നത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് തിരിഞ്ഞതും ഈ കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസം, വ്യാപാരം, കൃഷി, സാങ്കേതിക വിദ്യകൾ, ഭരണകൂടം, പഞ്ചായത്ത് സ്വയംഭരണം, നഗരാസൂത്രണം, നിർമ്മാണരംഗം, കലകൾ എന്നിവയെല്ലാം അതിൻ്റെ പരമമായ പുരോഗതിയിലേക്ക് ഉയർന്നത് ഈ ചന്ദ്രഗുപ്തന്റെ കാലഘട്ടത്തിലാണ്. ഗുണാഢ്യന്റെ ബൃഹത് കഥ, മുദ്രാരാക്ഷസം, പഞ്ചതന്ത്രം, മഹാവംശം, പരിശിഷ്ട പർവണം എന്നീ ഗ്രന്ഥങ്ങൾ ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും ചരിത്രത്തെയും
കഥകളെയും പരാമർശിക്കുന്നു. ഡൽഹിയിലെ ചാണക്യപുരി, ചാണക്യ എന്ന നാവികസേനാ കപ്പൽ, ചാണക്യ നിയമ സർവകലാശാല, ചാണക്യ നേതൃത്വ പരിശീലന സ്ഥാപനം എന്നിവ ഇന്നും ആചാര്യ ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും അനശ്വര ചരിത്രങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ആചാര്യന്റെ സംരക്ഷണത്തിൽ തന്റെ മകൻ ബിന്ദുസാരനെ ചുമതലയേൽപ്പിച്ച് ക്രിസ്തുവിനു മുമ്പ് 298 ചന്ദ്രഗുപ്ത മൗര്യൻ കിരീടമൊഴിഞ്ഞു. ചാണക്യ, ചന്ദ്രഗുപ്തൻ, ഈ രണ്ടു പേരും ചേർന്ന് ചാണക്യൻ എന്ന അതീവ ബുദ്ധിശാലിയും തന്ത്രശാലിയും രാഷ്ട്രതന്ത്രജ്ഞനുമായ ആചാര്യൻ എങ്ങനെയാണ് ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. അതിഗംഭീരനായ ഒരു ചക്രവർത്തിയായിട്ട് ചന്ദ്രഗുപ്തനെ വളർത്തിയെടുത്തു. അദ്ദേഹം ഭാരതത്തെ മുഴുവൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴിലാക്കി. അതിനപ്പുറത്ത് ചൈനയും ഹിന്ദുക്കുഷ് പർവ്വതത്തിൻ്റെ എല്ലാ മേഖലകളെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാക്കിയ വിശാലമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിച്ചു. ആ ചന്ദ്രഗുപ്ത മൗര്യനെയും ആചാര്യ ചാണക്യനെയും ഏകാത്മതാ സ്തോത്രത്തിലൂടെ നമുക്ക് നമസ്കരിക്കാം. നമുക്ക് നാളെ ചിന്തിക്കേണ്ടത് ചന്ദ്രഗുപ്തൻ രണ്ടാമനെ കുറിച്ചാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.